ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് പ്രമോ വന്നപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചതാണ്. ഒന്നുമില്ലാത്ത അല്ലേ വെറും നഴ്സറി സ്കൂൾ പോലത്തെ ഒരു എപ്പിസോഡായിരിക്കും ഇന്ന് എന്നുള്ളത്. പ്ലേ സ്കൂൾ ബിക്കോസ് ആക്ച്വലി എന്താ പറയാ, വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്നൊക്കെ പറയുന്ന പോലെ കണ്ടസ്റ്റൻസിനെ മൊത്തത്തിൽ ഒന്ന് എന്താണ് ഒന്ന് ഹാപ്പി ആക്കണം എന്നുള്ളതാണ് ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായത്. ബിക്കോസ് ഇനി വരുന്ന 2-3 ആഴ്ചകൾ വളരെ ക്രൂഷ്യലാണ്. കുറെ ഗെയിമുകൾ, ടഫായിട്ടുള്ള കുറെ സാധനങ്ങൾ വരും. കുറെ എവിക്ഷൻസ് ഒക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നതിന് മുകളിൽ ചിലപ്പോൾ ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരാം. സോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ലാലേട്ടനാണ് ഈ സീസൺ കളിക്കുന്നത്. ഓക്കെ, കപ്പ് കൊടുക്കേണ്ട ലാലേട്ടൻ ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഈ വീക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ വീക്കിൽ ഇന്നത്തെ ദിവസം സാറ്റർഡേ ചെയ്ത പരിപാടി എല്ലാവരും നൈസായിട്ട് കൂളാക്കി ഇതെനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെ ഓപ്റ്റ് ചെയ്താണോ സംശയമുണ്ട്. അത് മതിയായി വെറുത്തു. ലാലേട്ടൻ തന്നെ ഇൻട്രോയിൽ പറഞ്ഞു കേട്ടില്ലേ, എത്ര ദിവസം വന്നിട്ടാണ് ഈ സെയിം ടോപ്പിക് കാട്ടപരാധം പറഞ്ഞുകൊണ്ടിരിക്കുക. ലാലേട്ടനൊരു മനസ്സിന് മടുപ്പില്ല. അങ്ങേര് കുറച്ച് മറ്റേ സ്പിരിച്വൽ അങ്ങനത്തെ ലെവലിലൊക്കെ മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യനാണ്. എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന അങ്ങനെ ഒരാൾക്ക് ഈ വന്നിട്ട് ഈ കാട്ടപരാധം പറഞ്ഞു അത് ഇപ്രാവശ്യത്തെ അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നെവിൻ ഷാനവാസ് എന്ന് പറഞ്ഞ ചീമുണ്ട ഇഷ്യൂ ആണ് ലാലേട്ടൻ സംസാരിക്കേണ്ടത്. പിന്നുള്ളത് റന ഫാത്തിമയുടെ കരച്ചിലും ഈ പറഞ്ഞ ആര്യന്റെ മറ്റേ ഇതൊക്കെയാണ് സംസാരിക്കേണ്ടത്. അപ്പൊ പിന്നെ അയാൾക്ക് അങ്ങേക്ക് വയ്യ. ലാലേട്ടൻ നിർത്തി, മതിയായി ലാലേട്ടൻ. ഞാൻ അടുപ്പിച്ച് ഇത്രയും അയച്ചതാവുമ്പോൾ ലാലേട്ടനെ വെറുത്ത്. അപ്പൊ അങ്ങനെ അങ്ങേരിത് ഈ സംഗതികളെ കുറിച്ചിട്ടാണ് പറഞ്ഞു പോവാം. ഇനി വയ്യ എന്നുള്ളൊരു സ്കീമിൽ സംഗതികൾ പറഞ്ഞു വെക്കുന്നു. അതിനിടയിൽ ചെറുതായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസത്തെ ഗ്ലിംസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ സീസണിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സീസണിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിന്റെ ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ പോർഷൻസ് ജയിൽ പോർഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ലവ് ലെറ്റർ പരിപാടികളൊക്കെ കാണിച്ചു. അതിനുശേഷം പിന്നെ ഗെയിമുകൾ തുടങ്ങുകയാണ്. ഓക്കെ, ആദ്യം തന്നെ അക്ബറിനും അനീഷിനും ശരിക്കും 7ന്റെ പണി എന്ന് പറഞ്ഞിട്ട് പണി കൊടുത്തിട്ടുണ്ട്. ഇത് ബിഗ് ബോസിനെ പറഞ്ഞതിന് വാക്കിന് വിലയില്ലാത്ത രീതിയിൽ അത് നാളെ കണ്ടസ്റ്റൻസിന് തോന്നും. കാരണം ഒരു പണി കൊടുത്ത് ഒരു പണി കിട്ടി, ആ പണി എൻറ്റയർ സീസണിലാണെന്ന് പറയും. ഒരു ബിഗ് ബോസിനെ പിന്നെ അത് മാറ്റിയും പറയും. എന്തുവാണ് ഇത് ബിഗ് ബോസിന് 2 സ്റ്റാൻഡാണെന്നുള്ളത് ഞാൻ ആലോചിച്ചു പോകുന്നു. കാരണം അക്ബറിനും അനീഷിനും ഒരാൾക്ക് ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല, ഒരാൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പരിപാടി വെച്ചിട്ട് ഇത് വളരെ ഈസി ആയിട്ട് എടുത്തു കൊടുത്ത പോലെ തോന്നി. അക്ബറിന്റെ ടാസ്ക് അക്ബർ ജയിച്ചത് കുറച്ചും കൂടി ടഫ് സാധനമായിരുന്നു. അനീഷിന് ഓബിയസ് ആണ്, ഭയങ്കര ഓബിയസ് ആയിരുന്നു. അനീഷ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ GK ഉള്ള ഒരാളാണ്. പിന്നെ അത്യാവശ്യം കുരുട്ടി ലെവലിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. GK ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലുള്ള അയാൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത അയാളുടെ ക്വാളിറ്റി അതൊന്നും പറയുന്നില്ല. അതിനു വേണ്ടി അങ്ങേർക്ക് ആ ഒരു സാധനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗെയിം സ്പിരിറ്റ് പോയ പോലത്തെ ഒരു ഐറ്റമോ എനിക്ക് അങ്ങനെ തോന്നിയേ. ഇപ്പൊ അനീഷ് ഫാൻസ് ഉണ്ടെങ്കിൽ ആഘോഷിക്കും, പക്ഷെ എനിക്ക് താല്പര്യമില്ല. കാരണം ആ ഗെയിം സ്പിരിറ്റ് പോയ പോലെ തോന്നി. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനത്തെ സംഗതികൾ ഈ സീസൺ മൊത്തം എന്ത് ചെയ്യണം, ഇത് കൊണ്ട് നടക്കണം. മനസ്സിലായി? ഇത് ബിഗ് ബോസ് തന്നെ ഒരു സാധനം ഉണ്ടാക്കുന്നു, ബിഗ് ബോസ് തന്നെ അത് ഒഴിവാക്കി കളയുകയും ചെയ്യും. ഇനി നാളെ ഇവർക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ വരെ മൈൻഡിൽ എന്താ വരിക? ആരെപ്പോലുള്ളവർ ചിന്തിക്കുന്ന റിവേഴ്സ് സൈക്കോളജി ചിന്തിക്കുന്ന മൊത്തം ചിന്തിക്കാൻ പോണതായിരിക്കും. ഇന്നിപ്പോ പണി തന്നു, ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ ഈ പണി മാറ്റും, അതിനുവേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് മാറ്റിക്കുക, അങ്ങനത്തെ ഒരു തോട്ട് അവർക്ക് വന്നു. ഓക്കെ, അപ്പൊ എന്തോ എനിക്ക് അനീഷിന്, കാരണം അക്ബർ ജയിച്ച അക്ബറിന് അത് കിട്ടി, അതൊന്ന് മാത്രം കൊടുത്തിട്ട് അനീഷിന് അടുത്ത ആഴ്ച വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുത്താൽ മതി. എനിക്ക് രണ്ടുപേർക്കും കിട്ടാൻ വേണ്ടിയുള്ള പോലെ തോന്നി. കിട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്താണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അവർക്ക് അതൊരു ബിഗ് ബോസിന്റെ സാധനമല്ലേ. ബിഗ് ബോസ് തന്നെ ചടച്ച് കാണും. കാരണം ഈ അനീഷ് സ്വയം വന്നിട്ട് എന്തായാലും ആരും നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന പറയുമ്പോ അവിടുന്ന് എണീച്ച് പോകാൻ വേണ്ടി നോക്കുക. അപ്പൊ ബിഗ് ബോസ് വീണ്ടും കൊണ്ടു ഇരുത്തുക. പിന്നെ ഓപ്പൺ നോമിനേഷൻ ആണ് ഞാൻ പറയുന്നത് പറഞ്ഞിട്ട് ചുമ്മാ അവിടെ ഈ അലമ്പ് നിർത്തണ്ടേ? ഈ അലമ്പ് നിർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അനീഷിന് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ മെറ്റീരിയലിലേക്ക് അക്ബർ എത്തില്ലെങ്കിൽ അക്ബർ എക്സ്പോസ്ഡ് ആവൂല. അക്ബർ എക്സ്പോസ്ഡ് ആണെങ്കിൽ അക്ബർ എന്താവണം? ക്യാപ്റ്റൻ ആയേ പറ്റൂ. അപ്പൊ അക്ബർ ക്യാപ്റ്റൻ ആവാതിരിക്കുന്ന സത്യം പറഞ്ഞാൽ അക്ബറിന് സേഫ് സോൺ ആണ്. ആ വീട്ടിനകത്ത് തന്നെ ഒരു സേഫ് പ്ലേ ആണ്, സേഫ് സോൺ ആണ് അക്ബറിന് ക്യാപ്റ്റൻ ആവാതിരിക്കുക എന്നുള്ളത്. സോ അതും കൂടി കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അക്ബറിന്റെ ക്യാപ്റ്റൻസി കൊണ്ടുവന്ന അവിടെ കുറച്ച് ഇഷ്യൂസ്, അക്ബറിന്റെ ക്യാപ്റ്റൻസിയിൽ കുറെ ഇഷ്യൂസ് വരും എന്നുള്ളതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, അങ്ങനെ എടുത്തു കളഞ്ഞു. ഈ എൻറ്റയർ എപ്പിസോഡ് നിങ്ങളൊരു കാര്യം നോക്കിയാൽ മതി. ആ നെവിനോടെ ഞാൻ പറഞ്ഞല്ലോ, നെവിൻ ഒരു ക്രൂക്കഡ് ഗെയിമറാണ് നെവിൻ.
നെവിന്റെ കുറെ തമാശകളൊക്കെ ആദ്യത്തെ 2 ആഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നെവിന്റെ ബാക്കി ഒരു എന്താ പറയാ വേറൊരു ഫേസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെവിൻ ഭയങ്കര സെൽഫിഷും ആണ് തോന്നുന്നു എനിക്ക്. നെവിൻ ഇന്ന് ഷാനവാസ് എത്ര കൂളായിട്ടായിരിക്കണേ. നെവിൻ ഭയങ്കര ഓവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ നെവിൻ. ലാലേട്ടൻ വരുന്ന സമയത്ത് ആ സോഫയിൽ ഇരുന്നിട്ട് അങ്ങനത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങ പല ഐറ്റങ്ങൾ എടുക്കുന്ന ഒരാളാണ്. ഇന്ന് അവിടെ കിടന്ന് ഇനി മൂത്രം ഒഴിച്ചില്ല എന്നുള്ളൂ, ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. മൂക്കൊണ്ട് ഒലിപ്പിക്കുന്നുണ്ട്, കരയുണ്ട്, കിടക്കുന്നുണ്ട്. ലാലേട്ടൻ ഭാഗതി മൈൻഡ് അടിക്കുന്നില്ല. ലാലേട്ടൻ എന്നിട്ട് പറയും ചെയ്തു ആ കാർഡ് കട്ട് ചെയ്ത് വേറൊരാളെ ആരോപണം എടുത്ത് വെച്ചുള്ള സാധനം കീറി കളഞ്ഞു നോക്കിയാ എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പ്രമോ നമ്മള് കണ്ടിട്ടില്ല. നാളത്തെ പ്രമോനകത്ത് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്നാ പറയുന്നത്. നമ്മള് ചെയ്യണം, ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നത് അധികം ചെയ്യണ്ടാവില്ല. ഒന്നുമല്ല, അത് നാളെ ഈ പറഞ്ഞ പോലെ ഓണവില് ഗെയിം കളിച്ചൂടെ? അല്ല, കുറച്ച് ചെയ്യണം. പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ ഷാനവാസ് പറയുന്ന സാധനം തെളിവ് കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താ പറയുക, ഇത് ബിഗ് ബോസ് ഈ പരിപാടി കാണിക്കാതെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാനുള്ള ഷോ ആണല്ലോ. പ്രേക്ഷകരുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള ഷോ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഷോന്റെ അകത്ത് ഈ ഒരാഴ്ചയിൽ എല്ലാവരുടെ ഡിസ്കഷനുമായ 2 വലിയ ടോപ്പിക്കാണ്. ഒന്ന് റന ഫാത്തിമ ആര്യൻ ഇഷ്യൂ, ഒന്ന് ഈ പറഞ്ഞ ഷാനവാസ് നെവിൻ ഇഷ്യൂ. ഈ 2 ഇഷ്യൂ ആണ് ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ല. ചീഞ്ഞ ടോപ്പിക് ആണെങ്കിലും ടോപ്പിക് ഈസ് എ ടോപ്പിക്, കണ്ടന്റ് ഈസ് എ കണ്ടന്റ്. അത് ഡിസ്കസ് ചെയ്തല്ലേ പറ്റൂ, അല്ലാതെ അതിന് മാറിപ്പോയിട്ട് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് ഈ പറഞ്ഞ ടാസ്ക് ഇവരെ കൊണ്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റും. രണ്ടുപേർക്കും കൂടി ചിലപ്പോ ഉണ്ടാവില്ല. ഇപ്പൊ ഷാനവാസ് പറയുമ്പോ നെവിന്റെ ഭാഗം കാണിക്കാനില്ലെങ്കിൽ അപ്പൊ പിന്നെ ബിഗ് ബോസ് ഒളിച്ചോടിയല്ലോ, കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും വിടും. 2 കേസ് സേഫ് ആയിട്ട് ബിഗ് ബോസിന്റെ തലയിൽ എല്ലാരും കൂടി ഒന്നെങ്കിൽ രണ്ടുപേരും സേഫ് അല്ലെങ്കിൽ രണ്ടുപേരും വിടും. അങ്ങനെ ഉണ്ടാവുക, ഒരാള് സേഫ് ഒരാൾ വീട്ടിലുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇഷ്യൂ എന്തിനാ കാണിച്ച അനുമോള സംഗതിയിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തട്ട് കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ പറയുക, ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് ഡിസ്കസ് ചെയ്തേ പറ്റൂ. എനിക്ക് അറിയില്ല നാളത്തെ പ്രൊമോ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഞാൻ പറയുന്നത് അത് ഏത് ഗ്രാവിറ്റിയിലും, അത് ബിഗ് ബോസിന്റെ ടീമിനനുസരിച്ച് അവരുടെ താല്പര്യമാണ്. അത് ഏത് ഗ്രാവിറ്റിയിൽ, അത് വേണമെങ്കിൽ ഒരു ഉപദേശം പോലെ ലാലേട്ട് ഇന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അത്ര മതി. നമ്മൾ പറയുന്നത് അത്ര മതി എടുത്തു വെച്ചിട്ട്. നെവിന്റെ ഒന്നും ഈ ചീഞ്ഞ സാധനം കാണാൻ വയ്യ, ഈ ഓവർ ആക്ടിങ് കാണാൻ വയ്യ. ഇന്ന് ഫുള്ള് വെറും അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു. സങ്കടപ്പെട്ടിരിക്കുക, മുഖം അങ്ങോട്ട് നോക്കിയിരിക്കുക, താഴെ കുനിഞ്ഞിരിക്കുക, പിന്നെ ഒന്ന് പറഞ്ഞു കേട്ടില്ലേ, ലാലേട്ടൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ, ലാലേട്ടൻ അങ്ങനെ ചെയ്തു, ഇത് പറഞ്ഞു, ആ കാർഡ് കീറിക്കളയെന്ന് പറഞ്ഞു ഒക്കെ ലാലേട്ടൻ പറഞ്ഞു എന്ന് പറയുമ്പോഴും ആളിങ്ങനെ ഈ പറഞ്ഞ ചീഞ്ഞ ഐറ്റത്തിന്റെ മുകളിൽ ഇങ്ങനെ ചീഞ്ഞു കൂടി നിന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറയുമ്പോ തൂക്കിയത് ആര്യനാണ്. ആര്യനിട്ട് കൊട്ടി കിട്ടിയാലും ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം മറ്റേ സാധനം എന്ത് ചെയ്യുന്നത്, ബിഗ് ബോസ് എനിക്ക് ഒരാഴ്ച ലീവ് വേണം. എന്താ വെച്ചാൽ എനിക്ക് ഗ്രേ ഹെയർ വന്നു, ഗ്രേ ഹെയർ വന്നു. അത് ചെറിയ കാര്യമില്ല, എനിക്ക് ഒരാഴ്ച ലീവ് വരണം. എന്താണോ അവനെ പറയണത്. അതല്ല, ലാലേട്ടൻ വിളിച്ചോണ്ട് കോട്ടിൽ കൈയിട്ട് എന്താ സ്റ്റൈലാണ് ഈ ചെങ്ങായി സാബുമാനും. നെവിൻ ആദ്യത്തെ 2 ആഴ്ച ലിറ്ററലി ജോക്കർ കളിച്ച ആൾക്കാരെ മനഃപൂർവ്വം കളിച്ച് ചിരിപ്പിച്ചതാണെന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കാരണം ഇതൊക്കെ ജെനുവിൻ സാധനങ്ങളാണ്. ആര്യന്റെ സാബുമാനൊക്കെ ജെനുവിൻ സാധനമാണ്. സാബുമാനൊക്കെ കോമഡി. സാബുമാനോട് എനിക്ക് ഇപ്പോഴും മറ്റേ ആര്യന്റെ ഞാൻ പട്ടിയുടെ വിളിച്ചില്ല, ഞാൻ പട്ടിയല്ലേ ഗിസേലിനോട്, ഗിസേൽ എല്ലാത്തിനും നീ എല്ലാത്തിനും കൈ വെക്കുള്ളൂ, നിനക്ക് അറിയോ? ഇപ്പൊ നീ എന്താ എല്ലാത്തിനും കൈ വെക്കണ്ടല്ലോ. എനിക്ക് ഉറപ്പാ ഈ സീസൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമാതിരി മീംസ് ആൻഡ് ട്രോൾസ് പോണത് ഈ ആര്യന്റെ ആയിരിക്കും. ഇവന്റെ കുറെ ഐറ്റങ്ങളുണ്ട്, കാണ്ട പല സാധനങ്ങൾ ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ അതേപോലെ നെവിനെ പോലെ ഒരു എന്താ പറയാ ഉണ്ടാക്കി വെക്കുന്ന അല്ലെ അറ്റൻഷൻ സീക്കിംഗ് ഉള്ള ഐറ്റം അല്ല. സാബുമാനൊക്കെ ഇന്ന് ലാലേട്ട് ചോദിക്കുന്നു, മോനെ നീ രക്ഷപ്പെടാൻ വഴിയുണ്ടോ നിന്റെ ആള്? ലാലേട്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഡാൻസ് റിയാലിറ്റി ഷോ അല്ലാത്തോണ്ട് പിന്നെ എനിക്കിതൊന്നും വലിയ പിടുത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. എന്താണെങ്കിലും അത് അല്ലേ, അവർ രണ്ടാളും നല്ല അടിപൊളിയായിട്ട്. അനീഷിന് സ്പെഷ്യൽ കയ്യടി വേണം അല്ലേ?
ബാക്കി എല്ലാവർക്കും മനസ്സിലായി, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ആൾ അത്രയും ബുദ്ധിമാനാണ്. മനസ്സിലായിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ ഇതിന്റെ ഇടയില് ചോദ്യം ചോദിച്ച എല്ലാം നല്ല രീതിയിൽ ഊക്കി എല്ലാരെയും വിടുന്നു. അനുമോളെ കൊറേ ഊക്കി വിട്ടുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസിന്റെ എൻ്റെ ടീം വിട്ടുപോയൊരു സാധനം ഉണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഇടയിൽ. ഈ വീക്കെൻഡ് എപ്പിസോഡില് ആ ഫസ്റ്റത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ഒന്നില്ല, ആ സാധനം മാറ്റി വെക്കാറുണ്ട്. പിന്നെ മറ്റേത് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശരിക്കും നാണക്കേടാ അവർക്കൊന്ന് ആലോചിച്ച് നോക്ക്. അനുമോൾ ഈസ് ആൻ ആക്ടർ, ജിഷൻ ഈസ് ആൻ ആക്ടർ, ഷാനവാസിൻ ഈസ് ആൻ ആക്ടർ. അവർക്ക് ആക്ടേഴ്സുമാരും ഉണ്ട് അല്ലേ? അല്ല ഞാൻ അനുമോള് ബാലൻ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഷാനവാസ് കിട്ടി ബാലൻ എന്ന് പറയാ മാറ്റി പറഞ്ഞു. നല്ല കിട്ടി. അതെ അതെ കിട്ടി അനുഭവം. എന്താ പറയാ ഒരു അത് സത്യത്തിൽ ലാലേട്ടൻ അത് ബാക്കി ടീം ബിഗ് ബോസിന്റെ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അല്ല. അത് നല്ല കൊടുത്തതാ ലാലേട്ടൻ, അട്ടങ്ങര കൊടുത്ത് ഇങ്ങനത്തെ പരിപാടി. ഇന്നെന്താ പറയുക, ഇന്ന് കുറെ ശരിക്കും ഫണ്ണ് എപ്പിസോഡായിട്ട് തോന്നിയാലും നിങ്ങൾ ഇതിന്റെ വരികൾക്കിടയിലൂടെ വായിക്കാന്നൊരു സാധനം ഉണ്ടല്ലോ. ഇന്നത്തെ എപ്പിസോഡിന്റെ നിങ്ങൾ വരികൾക്കിടയിൽ വായിച്ചോ, ലാലേട്ടൻ ഓരോ കണ്ടസ്റ്റന്റും ഇന്ന് അവിടെ നടന്നതും കഴിഞ്ഞ ആഴ്ച നടന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായ അടി അടിച്ചിട്ടുണ്ട്. സാബുമേനെ ഓന്റെ ആ ഒരു എന്താ പറയാ അന്തമിട്ട പരിപാടിക്ക് അടിച്ചു, ആര്യന്റെ കോമാളിത്തരത്തിന് അടിച്ചു. അനുമോക്ക് ഇന്ന് ആ ഉത്തരം പറഞ്ഞത് വെച്ചിട്ട് അനുമോക്ക് ഒരു കിട്ടല് കിട്ടി, ജിഷിന് കിട്ടി, അക്ബറിന് കിട്ടി, നെവിനും കിട്ടി, നെവിന് ലാസ്റ്റ് കിട്ടി, നെവിന് ലാസ്റ്റ് അവസാനം കിട്ടി. എല്ലാവർക്കും ഒരു ഇന്നർ സാധനം അല്ലേ, ഇന്നർ സാധനം വെച്ച് കൊടുത്തു ലാലേട്ടൻ പോയിട്ടുണ്ട്. പിന്നെ സാബുമാന് ഒരു ഇതും കൊടുത്തു, നമ്മള് പ്രേക്ഷകരുടെ ആ സാധനം കൊടുത്തു, അതായത് അപ്രീസിയേഷൻ നല്ല നന്നായിട്ട് ഗെയിം കളിച്ചു പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാനുള്ളൊരു നന്നായി ചെയ്തു എന്ന് പറഞ്ഞത്. ഐഡിയ ചെക്കൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെയുള്ളൂ അത് കൺവേ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്ത പക്ഷെ അത് കൺവേ ആവും തോന്നുന്നില്ല. കാരണം ഓൻ അങ്ങനെ ഒരു എന്താ പറയാ സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാളല്ല. പിന്നെയാണ് നമ്മളുടെ പ്ലാച്ചി 2.0 അതായത് എപ്പടി പോയോ ഞാൻ എപ്പടി പോയോ അപ്പടിയെ തിരിഞ്ഞു വന്നത്. അവിടുന്ന് ഷിയാസ് എടുത്തെറിഞ്ഞ് ഇപ്പുറത്ത് ലാലേട്ടൻ എടുത്തെറിഞ്ഞു. ലാലേട്ടൻ എന്റെ അടുത്ത് മക്കളെ നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ഇപ്പൊ വരാതെ നേരെ അപ്പുറത്തോട്ട് പ്ലാച്ചിന്റെ അടുത്ത് എറിഞ്ഞിട്ട് തിരിച്ചു കിട്ടത്. അറിയോ പണ്ടാറൻ കൂടോത്ര തിരിച്ചു ഇങ്ങോട്ട് അറിയടാ തിരിച്ചോ അല്ല അങ്ങോട്ട് ലാലേട്ടന്റെ തലയിൽ ട്യൂൺ ഉണ്ടാവും. തിരിച്ചു അതായത് ഇങ്ങോട്ട് എന്റെ തലയിൽ എറിഞ്ഞാൽ കണിയാലെടുത്ത് പോയിട്ടുണ്ടാവും. ഇപ്പൊ മാറാപ്പ എന്താ ചെയ്യേണ്ടത്, അതിന് തിരിച്ച് അങ്ങോട്ട് തന്നെ അതേപോലെ അറിയണം. ഷിയാസറിനെ പോലെ തന്നെ തിരിച്ചപ്പടി ഒറ്റ തിരിച്ച് അങ്ങോട്ട് തിരിച്ചു വന്നു വീണപ്പോഴത്തേക്ക് തലയിലൊരു മുത്തുകൂടെ കിട്ടും. അപ്പോഴും ആരിന്റെ മുഖം കാണും. ആര് നല്ല പേടിയുണ്ട് പ്ലാച്ചീന. അതാറേ തിരിച്ചു വന്നപ്പോ അയ്യോ ഇത് പണ്ടാമക്കാലം വന്നോ തിരിച്ച്. അനുമോൾക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, പ്ലാച്ചി കണ്ടന്റ് ഭയങ്കര നെഗാന്ന് മനസ്സിലായതുകൊണ്ട് പ്ലാച്ചി വന്നുകൊണ്ടും അനുമോക്ക് എന്തില്ല വലിയൊരു അനുമോൾ സന്തുഷ്ടയല്ല. അതായത് ബിഗ് ബോസ് വിചാരിച്ച പോലത്തെ ഒരു കോണ്ടന്റ് എന്ത് കിട്ടിയില്ല. പ്ലാച്ചിനെ വന്ന് കണ്ട സമയത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഒരു ചെറിയ കരച്ചിലൊക്കെ വന്നതല്ലാതെ അനുമോൾ ഇനി അത് പിടിച്ച് നടക്കില്ല. കാരണം കൃത്യമായ ക്ലൂ അവിടെ ആരിട്ട് കൊടുത്തിട്ടുണ്ട്, ഷിയാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ അധികം പിടിച്ച് തൂങ്ങും അനുമോളെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വെജിറ്റേറിയൻ ഇഷ്യൂ ഇന്ന് അവിടെ അതായത് ഞാൻ പറയാം ചർച്ചയാവേണ്ടത് ചർച്ചയാക്കിയില്ല, എല്ലാത്ത സാധനങ്ങളും ചർച്ചയാക്കി പോയാൽ ഫീൽ നാളെ വരുമോ അറിയില്ല. ബട്ട് സ്റ്റിൽ ഇന്ന് ചർച്ചയായാലും ഈ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ പറഞ്ഞല്ലോ. ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞതിന് ശേഷം സ്നേഹനോട് ഡിസ്കസ് ചെയ്തൊരു കേസുണ്ട്. എനിക്ക് തോന്നിയത് ഞാനത് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്നത് കത്തിയില്ല. ഇന്നലെ ജിഷിൻ ഇത്ര പ്രൊവോക്ഡ് ആവാനുള്ള കാരണം എന്താണ്, നമുക്ക് എന്താ തോന്നണേ? അവിടെ 2 ഫുഡ് അതായത് നോൺ വെജും വെജും ഒപ്പം ഉണ്ടാക്കി എന്നുള്ള സ്കീമിലാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം വേണ്ടേ, എനിക്ക് അതിലുപരി ഇന്നിപ്പോ ജിഷിൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അവരുടെ വീട്ടില് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇയാൾ ജനിച്ച മുട്ട പോലും കഴിക്കാത്ത ഒരാളാണ്. അവരുടെ എന്തോ ഒരു ഇതിന്റെ ഭാഗമായിട്ട് എന്തോ അറിയില്ല, എന്തോ ഭാഗമായിട്ട് എന്തോ അവരുടെ തോട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയാരാ? അനുമോളാണ് ഫുഡ് ഉണ്ടാക്കിയത്. അനുമോക്ക് മിഞ്ഞാന്ന് പീരിയഡ്സിന്റെ വേദനയായിട്ട് ടാസ്കിനിടയിൽ നിന്ന് മാറിപ്പോയ ഒരാളാണ് അവര്, വയറ് വേദനിച്ച് മാറിപ്പോയ ഒരാളാണ് അനുമോള്. ശരിക്കും ഇങ്ങനത്തെ ഒക്കെ ചിന്താഗതി കൊണ്ട് നടക്കുന്നവര് അടുക്കളയിൽ പീരിയഡ്സ് ഉള്ള ഒരാള് ആദ്യത്തെ 2-3 ദിവസം ഫുഡ് ഉണ്ടാക്കുമ്പോ പണ്ടത്തെ കാഴ്ചപ്പാട് 4 ദിവസം കേറില്ല. അതാ ഞാൻ പറഞ്ഞത് 4 ദിവസം ജിഷിന് നോക്കുമ്പോ ജിഷിന് പൊളിയാൻ കാരണം എന്നുള്ളതാ. പക്ഷെ ആ സാധനം അവിടെ പറഞ്ഞിരുന്നെങ്കിൽ
ജിഷിന് വൻ സീനായിരുന്നു. അത് ജിഷിന് എന്ത് ചെയ്ത് നൈസായിട്ട് ജിഷിൻ ഇന്നിപ്പോ പറഞ്ഞതും ജിഷിൻ ഇന്നലെ കച്ചറ ഉണ്ടാക്കിയെന്ന് എനിക്കതാ തോന്നുന്നത്. എനിക്കതാ മനസ്സിലായത്. ജിഷിൻ അതെന്താ പറയുക, അത് അവിടെ ആരും ക്യാച്ച് ചെയ്തില്ല. ഈ സാധനം ആരും ക്യാച്ച് ചെയ്തില്ല അവിടെ. ഇത് ആരെങ്കിലും ഒരാൾ ചിന്തിച്ചിട്ട് അവിടെ ഇട്ടിരുന്നുണ്ടെങ്കിൽ ചിന്തിക്കൊന്നുമില്ല. ഇപ്പോഴത്തെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ ജിഷൻ അങ്ങനെ ചിന്തിക്കണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടല്ലോ ജിഷൻ പറഞ്ഞത്. ജിഷൻ എന്താ പറഞ്ഞത്, എന്റെ കുറെ കാലമായിട്ടുള്ള ഒരു സംഗതി കഷ്ടമാണ്, അത് കീപ്പ് ചെയ്ത്. അപ്പൊ കഷ്ടത്തിന്റെ ഭാഗമാണ് എന്ത് പീരിയഡ്സിലുള്ള ഒരാള് പോയിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോ. അല്ലാതെ ഇന്നലെ അത്രയും ഫുഡ് ഉണ്ടാക്കിയിട്ട് അയാൾ തിന്നില്ല കഴിക്കില്ല ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. അതാ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നാൻ കാണുന്നറിയോ, ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് അയാൾ ഉണ്ടാക്കുമ്പോ അയാൾക്ക് ഉണ്ടാക്കി പോലെ സ്പേസും കൊടുക്കുന്നുണ്ട്. ജിസയിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് ഇപ്പൊ ഷൈത്തിയും ജിസയിലുള്ള സമയത്ത് അവർ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ഇന്നലെ അത്രയും ജിഷൻ ട്രിഗർ ആവണമെന്നുണ്ടെങ്കിൽ ജിഷിന്റെ എനിക്കെന്തോ എന്റെ ഡൗട്ടാ പറയുന്നത്. അങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എന്റെ ഒരു ഡൗട്ട് ഞാൻ പറയാണ്. പണ്ടൊക്കെ അവര് അടുക്കളയില് കേറില്ല അങ്ങനെ പീരീഡ്സ് പറയാ തറവാട്ടുകാരി പറയാ. അങ്ങനെയാണോ? ഞങ്ങളെ വീട്ടിലിപ്പോ അങ്ങനൊന്നുമില്ല. തിങ്കളാഴ്ച വീതം കൊടുത്ത് കുളിച്ചിട്ടൊക്കെയാണല്ലോ പോവാറ്. അതെ എന്റെ ഇഷ്ടം. താങ്കൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇല്ല ശുംഭൻ മുണ്ടില്ല. ശുംഭം മിണ്ടില്ല. ശുംഭം മിണ്ടാതെ ബാക്കി കിടന്ന് ഉറങ്ങുന്നു. ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചിട്ടോ, ബിഗ് ബോസ് റിവ്യൂ ചെയ്തൊരു സാധനത്താണ് ഞങ്ങളെ വണ്ടിയിലെ പ്ലാച്ചി 2.3 അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓനെ കുറുക്കമല്ലി സഹിക്കാൻ വയ്യ, എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പറയാം. അപ്പോ ജിഷിന് അങ്ങനത്തെ ഒരു സീനില്ലേ? അറിയില്ല, എനിക്ക് തോന്നി. ഞാൻ പറയുന്നത് എന്റെ ഒരു സംശയം അത്രേ ഉള്ളൂ. അല്ല ഞാനത് അങ്ങനെയൊന്നും ഞാൻ ഇതൊക്കെ എന്താ പറയാ ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ സംശയം ഞാനത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചിന്തിക്കുന്നത് വേറെ കാര്യം. ഇപ്പൊ 3ാമത്തെ ആഴ്ചല്ലേ ജിഷി വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ വേറെ വല്ല പെണ്ണുങ്ങൾക്ക് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അറിയില്ലല്ലോ. അതാ പറഞ്ഞത്. അപ്പൊ അറിയില്ലല്ലോ, അപ്പൊ ചോദിക്കാനും പറ്റില്ല. അറിയാത്തപ്പോ ചോദിക്കാനും പറ്റാത്തപ്പോ പിന്നെ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കാണും. ഇത് അനുമോള് എല്ലാരെയും മുന്നിന്ന് ആണ് പറയുന്നത്. ജിഷിനും കൂടി ഉള്ള ഒരു സമയത്താണ് പറയുള്ളത് എന്ത് പീരിയഡ്സ് ആണ് വയറ് വേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞുള്ളത്. അപ്പൊ മേ ബി അതായിരിക്കണം. അങ്ങനത്തെ കൺസർവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആളുകൾക്ക് ഇതൊക്കെ മതി. മനസ്സിലായോ? ഇതിന്റെയൊക്കെ സംഗതികൾ മതിയാവും. അത് ലവ് ലെറ്റർ വായിച്ചു. ബ്യൂട്ടിഫുൾ ലെറ്റേഴ്സ്. നല്ല ലെറ്റേഴ്സ് ആയിരുന്നു. എല്ലാം മോശം. ഞാനും ആലോചിച്ചു ചന്ദ്രലേഖ. ഞാനും ഫസ്റ്റ് കണ്ട സിനിമ മോഹൻലാലിന്റെ ചന്ദ്രലേഖയാണ്, തിയേറ്റർ പോയി കണ്ട സിനിമ. ഓക്കെ. പിന്നെ അതിനുശേഷം ഇന്ന് കുറച്ചുപേരെ സേവ് ആക്കി. നൂറ സേവ് ആണ്. ബിന്നി സേഫ് ആണ്. പിന്നെ നമ്മുടെ നിവിനെ സേഫ് ആക്കുമ്പോഴൊക്കെ കുറെ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ഓന്റെ മൂന്നും മുഖറും ഓന്റെ എന്തോ ഒരു 10 ലക്ഷം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആളെ പോലെ ഉണ്ട്. ഇന്ന് വിളിക്കുമ്പോ ഇങ്ങനെ കാത്തിക്കാ ഞാൻ ഇപ്പൊ പറയിച്ചു അത് പറയുമ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് പോക്കറ്റിൽ കഴിട്ടിട്ട് അല്ല ആദ്യം പറഞ്ഞ ജിഷു ഭയങ്കര ചിരി ചിരിച്ചില്ലേ? മറ്റേ എന്തോ കാര്യം ചോദിച്ചപ്പോ ഉത്തരം അറിയില്ല. അതില് ജിഷിനോട് ചോദിച്ചപ്പോ ജിഷിന് ഉത്തരം മറ്റേ പാട്ട് ബിഗ് ബോസിന്റെ പാട്ട് എഴുതി പാടിയതാരാ ചോദിച്ചപ്പോ ജിഷും പൂര ചിരി. എന്താ അവര് തമ്മിലുള്ള ചെറിയൊരു ടിക്ടാക്ക് ഉണ്ട് അതിനകത്ത്. രണ്ടുപേരും തമ്മിൽ അങ്ങനെ ചേർന്നുകൊണ്ട് അവിടെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചാണ്. ആരെയും ശത്രുവായിട്ട് പ്രഖ്യാപിച്ച രണ്ടാമത്തെ ആളാണ് ആര്? ഇയാള് ജിഷിന്. അനീഷ്. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ കോമഡിയാണ് സത്യം പോലെ, ജെനുവിൻ കോമഡികൾ അതൊക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് നടന്നിട്ടില്ല, എവിക്ഷനോ പരിപാടികളോ നടന്നിട്ടില്ല. ലാലേട്ടൻ വീണ്ടും പറഞ്ഞു പോവാൻ നേരത്ത് ബുദ്ധി ഉപയോഗിക്കുക, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കണ്ടന്റുകളില്ല, ആ കണ്ടന്റിന്റെ കാർഡ് കീറി എന്ന് പറഞ്ഞു. ശരിക്കും അത് വെള്ളത്തിൽ വരച്ച വലയാണ്. കാരണം ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ പല കാർഡുകളും കീറി എന്ന് പറഞ്ഞിട്ട് ആ കാർഡുകൾ തന്നെയാണ് അധികം ഓടിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം കൂടുതൽ അല്ല, ഉള്ള കാർഡുകളൊക്കെ കീടിയപ്പോ വേറെ കാർഡ് ഇവരിറക്കി. അതുണ്ടായത് ആരോപണ കാർഡ് അല്ല, സദാചാര കാർഡ്, വൃത്തികെട്ട കാർഡ്, ആരോപണ കാർഡ് ഇതൊക്കെയാണ് ഇറക്കി. അത് ലാലേട്ടൻ പ്രൊമോലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവര് പുതിയതായിട്ട് ഇറക്കിയ സാധനം. ഇന്ന് ലാലേട്ടൻ ഷർട്ടല്ല സ്നേഹി ഈ ഭാഗത്തുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഭാഗം. അപ്പൊ എന്താണെങ്കിലും വലുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വരികൾക്കിടയിലൂടെ വായിക്കുകയാണെങ്കിൽ കുറെ പേർക്ക് കൊട്ടി കിട്ടിയ അങ്ങനെ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും അതിനകത്ത് ആർക്കും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊരു അനീഷിന് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, ഒരു അക്ബറിന് മനസ്സിലാവും, ഒരു അഭിലാഷിന് മനസ്സിലാവും. അല്ലാതെ അതിലും കൂടുതലൊന്നും അത് മനസ്സിലാക്കാനുള്ള ഒരു ആൾക്കാരില്ല. അതിലെയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കഴിച്ചില്ലായെന്ന് വിചാരിച്ചു ഓടിപ്പോയിട്ടുണ്ടാവുക. അതിലെ ആവും മനസ്സിനകത്ത് ഉപ്പ് കിട്ടും അടി കിട്ടും. സോ നാളത്തെ എപ്പിസോഡ് അല്ലേ, ഇന്ന് കുറച്ച് ലൈറ്റ് ആണെങ്കിൽ നാളെ പ്രൊമോ കത്തുവോ? പ്രോമിസായി
ഈ ആഴ്ച പക്ഷെ എനിക്ക് തോന്നുന്നില്ല സ്ലോ ഡൗൺ ചെയ്യും ചിലപ്പോ. അല്ലേ, സ്ലോ ഡൗൺ ആക്കാനുള്ള ചാൻസ്. കാരണം ഇത്തിരി നമ്മളിങ്ങനെ കാത്തുന്ന രണ്ടാഴ്ച പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് സാധനങ്ങളായിരുന്നു, സോഷ്യൽ മീഡിയ കത്തിയ സാധനങ്ങളായിരുന്നു. പക്ഷെ നന്മക്കാട് അല്ലെങ്കിൽ അങ്ങനത്തെ കാട് കത്തിക്കുന്നു പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അയാൾ അങ്ങനെ ആയി പോയി. അപ്പൊ ഓക്കെ ഗൈസ്, നാളത്തെ എപ്പിസോഡിൽ കാണാം.